ദേവിയമ്മ എഴുതിയ ഓട്ടോബയോഗ്രഫി ഓഫ് എ സിദ്ധ എന്നുള്ള ഗ്രന്ഥത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് കർമ്മത്തെപ്പറ്റിയും അതിൻ്റെ നിഗൂഢമായ വഴികളെപ്പറ്റിയും വെളിച്ചം വീശുവാനായി നമ്മെ സഹായിക്കുന്നു. ആ ഗ്രന്ഥത്തിൽ നിന്നുള്ള ഭാഗം ഇങ്ങനെയാണ്: നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം നമ്മുടെ സ്വന്തം കർമ്മങ്ങളാണ്. എങ്കിലും നാം പലപ്പോഴും ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നവരെ പോലെ പെരുമാറുന്നു. എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിക്കുന്നത്? അവിടുന്ന് എന്നെ കേൾക്കുന്നുണ്ടോ? സത്യത്തിൽ അങ്ങുണ്ടോ? എൻ്റെ പ്രാർത്ഥനകൾ നീ കേൾക്കുന്നില്ലേ? എൻ്റെ വേദന നീ കാണുന്നില്ലേ? നീ കല്ലുകൊണ്ടുണ്ടാക്കിയവനാണോ? എന്തുകൊണ്ടാണ് നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്നിങ്ങനെ നാം ദൈവത്തോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്വന്തം പ്രവൃത്തികളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ മനുഷ്യൻ കണ്ടെത്തിയ വാക്കാണ് പരീക്ഷണം. യഥാർത്ഥത്തിൽ ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല. നമ്മുടെ തന്നെ കർമ്മങ്ങളുടെ പ്രതിഫലനമാണ് നമ്മൾ അനുഭവിക്കുന്നത്. എന്നെ കാണാൻ വരുന്ന ഭക്തർ പലപ്പോഴും ചോദിക്കുന്നു, ദൈവമുണ്ടെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ അവരോട് പറയുന്ന ഉത്തരം വളരെ ലളിതമാണ്: കർമ്മം. ഈ സൃഷ്ടിയിലെ എല്ലാം കർമ്മ നിയമപ്രകാരം തന്നെയാണ് നടക്കുന്നത്. വ്യക്തിപരമായി നമുക്ക് ഒന്നും മാറ്റാൻ കഴിയില്ല. നമുക്ക് ലോകത്തെ നിയന്ത്രിക്കുവാനോ ദൈവത്തിൻ്റെ സംവിധാനത്തിൽ ഇടപെടാനോ കഴിയില്ല. ദൈവമുണ്ടെന്നും എല്ലാം അവൻ്റെ ദൈവിക പദ്ധതിയുടെയും ഇച്ഛയുടെയും നിയന്ത്രണത്തിലാണ് നടക്കുന്നത് എന്നും ഉറപ്പാണ്. നമ്മുടെ ധർമ്മം പ്രാർത്ഥനയാണ്, വിശ്വാസമാണ്, സമർപ്പണമാണ്, ഇടപെടലല്ല. നന്മ ചെയ്തിട്ടും കഠിനമായ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരെ നാം കാണുന്നു. അത്യുത്തമരായ മനുഷ്യർ പോലും വർഷങ്ങളോളം കിടപ്പുരോഗികളായോ കോമാവസ്ഥയിലോ കഴിയുന്നു. ഇത് മുജ്ജന്മങ്ങളിലെ കർമ്മഫലങ്ങളല്ലാതെ മറ്റെങ്ങനെ വിശദീകരിക്കാൻ കഴിയും? ഒരിക്കൽ ഒരു ദമ്പതികൾ അവരുടെ 10 വയസ്സുള്ള മകനെ കൂട്ടിക്കൊണ്ട് എന്നെ കാണാൻ വന്നു. അവൻ സംസാരിക്കില്ലായിരുന്നു. എന്നാൽ ക്ഷേത്രങ്ങൾ പോലെ ഉയർന്ന ഊർജ്ജമുള്ള സ്ഥലങ്ങളിൽ അവൻ അതിയായ സന്തോഷത്തോടെ ചാടുകയും അർത്ഥമില്ലാതെ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യുമായിരുന്നു. അവർ അനവധി ക്ഷേത്രങ്ങൾ സന്ദർശിച്ചു, എല്ലാ മാർഗങ്ങളും പരീക്ഷിച്ചു. എന്നാൽ ഫലമൊന്നും ഉണ്ടായില്ല. എൻ്റെ വീട്ടിൽ വന്നപ്പോഴും അവൻ അതേപോലെ സന്തോഷത്തോടെ ചാടിക്കളിച്ചു. ഞാൻ അവനോട് പേര് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. തുടർന്ന് ഞാൻ അവനോട് ഓം നമ ശിവായ, ഓം നമോ നാരായണ എന്നൊക്കെ ജപിക്കാൻ പറഞ്ഞു. അവൻ അത്ഭുതകരമായി ആ മന്ത്രങ്ങൾ വളരെ വ്യക്തമായി ജപിച്ചു. മന്ത്രങ്ങൾ ജപിക്കാൻ കഴിയുന്ന കുട്ടിക്ക് എന്തുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്നില്ലെന്നോർത്ത് ഞാൻ അത്ഭുതപ്പെട്ടുപോയി. അവർ പോയ ശേഷം ഞാൻ അപ്പയോട് ചോദിച്ചു. ഇവിടെ അപ്പ എന്ന് പറഞ്ഞത് മഹർഷി അഗസ്ത്യനെയാണ്. അപ്പ പറഞ്ഞു, ഈ കുട്ടി മുൻജന്മത്തിൽ ഒരു രാജകുമാരനായിരുന്നു. ഈ ജന്മത്തിലെ മാതാപിതാക്കൾ അന്ന് അവൻ്റെ പരിചാരകരായിരുന്നു. രാജാവിൻ്റെയും രാജകുടുംബത്തിൻ്റെയും ദയയെ ദുരുപയോഗം ചെയ്ത് അവർ ഖജനാവിൽ നിന്ന് മോഷണം നടത്തി. രാജകുമാരൻ അത് കണ്ടപ്പോൾ അവൻ അവരുടെ തെറ്റുകൾ രാജാവിനോട് പറയുമെന്ന് പറഞ്ഞു. ഭയന്ന് അവർ കറുത്ത മന്ത്രവാദം പ്രയോഗിച്ച് അവനെ മൗനത്തിലാക്കി. ഈ ജന്മത്തിൽ അവർ അവനെ സംസാരിപ്പിക്കുവാൻ എല്ലാം ചെയ്യുന്നു. പക്ഷേ അതുകൊണ്ട് എന്ത് പ്രയോജനം? ആത്മാവ് അവനെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് അവനെ മന്ത്രങ്ങൾ ജപിക്കാൻ കഴിയുന്നത്, പക്ഷേ സാധാരണത്തെ പോലെ സംസാരിക്കാൻ കഴിയാത്തത്. ആത്മാവ് ക്ഷമിക്കുമ്പോൾ മാത്രമേ അവൻ സംസാരിക്കൂ. എന്നാൽ അതിന് വർഷങ്ങളെടുക്കും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഒരേ ഒരു സത്യം മാത്രമാണ്: ദൈവം തെറ്റ് ചെയ്യുന്നില്ല, ദൈവം അന്യായവും ചെയ്യുന്നില്ല, കർമ്മം ഒരിക്കലും തെറ്റിപ്പോകുന്നില്ല. നമ്മുടെ ഏകമാർഗം സമർപ്പണം, വിശ്വാസം, പ്രാർത്ഥന. ദൈവത്തിൻ്റെ ഇച്ഛയിൽ പൂർണ്ണമായി ലയിക്കുമ്പോൾ മാത്രമാണ് മോചനമുണ്ടാകുന്നത്. എൻ്റെ ഭക്തയായ ഒരു വനിത എപ്പോഴും തൻ്റെ ശരീരം ഒട്ടാകെ കത്തുന്നത് പോലെ അനുഭവപ്പെടുന്ന വേദനയെക്കുറിച്ച് പരാതി പറഞ്ഞിരുന്നു. അവളുടെ മുൻജന്മത്തിൽ അവൾ സമ്പന്നയായ ഒരു ഭൂമി ഉടമയായിരുന്നു. തൻ്റെ വീട്ടുജോലിക്കാരി ചെറിയ പിഴവുകൾ പോലും ചെയ്താലും അവൾക്ക് തീക്കൊള്ളി കൊണ്ട് ഉപയോഗിച്ച് ശരീരത്തിൽ അടയാളം പതിപ്പിച്ചായിരുന്നു ശിക്ഷ. ആ ക്രൂരകൃത്യത്തിൻ്റെ കർമ്മഫലമായിട്ടാണ് ഈ ജന്മത്തിൽ അവൾ ശരീരമൊട്ടാകെ കത്തുന്ന വേദന അനുഭവിക്കുന്നത്. ഒരിക്കൽ എലിഫന്റിയാസിസ് അഥവാ മന്ദരോഗം ബാധിച്ച ഒരു ഫ്രഞ്ച് വനിതാ ഭക്ത തൻ്റെ മുജ്ജന്മത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിച്ചു. അപ്പ പറഞ്ഞു, മുജ്ജന്മത്തിൽ അവൾ ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥയായിരുന്നു. ആനകൾ കുഴിയിൽ വീഴുന്നത് കാണുന്നതിൽ അവൾക്ക് പ്രത്യേക ഒരു സന്തോഷമുണ്ടായിരുന്നു. വലിയ കുഴികൾ എടുത്ത് ഇലകളും കൊമ്പുകളും കൊണ്ട് മൂടി ആനകൾ അതിൽ വീഴാൻ അവൾ കാത്തിരിക്കും. പിന്നീട് അവൾ ആനകളെ കുഴിയിൽ നിന്ന് പുറത്തെടുക്കും. ആനകൾക്ക് നൽകിയ അത്യന്തം വേദനാഭരിതമായ ഈ അനുഭവത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ് ഈ ജന്മത്തിൽ അവൾ ആനക്കാൽ രോഗം അനുഭവിക്കുന്നത്. ഇത് ഞാൻ അവളോട് പറഞ്ഞപ്പോൾ അവൾ അത്ഭുതത്തോടെ പറഞ്ഞു, ദേവിയമ്മ, നിങ്ങൾ വിശ്വസിക്കില്ല, എനിക്ക് ആനകളോട് അതിയായ സ്നേഹമാണ്. എൻ്റെ വീട്ടിലെ എല്ലാ ചുവരുകളിലും ആനകളുടെ ചിത്രങ്ങളാണ്. എൻ്റെ വീട്ടിൽ ഏത് ദിശയിലേക്ക് നോക്കിയാലും ഒരു ആനയുടെ ചിത്രം കാണാം. ഇതാണ് മുജ്ജന്മ ബന്ധങ്ങളുടെ അതിസൂക്ഷ്മത. ഒരിക്കൽ ഭഗവാൻ ശ്രീ സത്യസായി ബാബ മുംബൈ സന്ദർശിച്ചപ്പോൾ ഒരു കല്യാണ മണ്ഡപത്തിന് മുമ്പിലായിട്ടാണ് അദ്ദേഹം താമസിച്ചിരുന്നത്.
പരിപാടികളും ആഘോഷങ്ങളും അവസാനിച്ച ശേഷം പുറത്തേക്കെറിഞ്ഞ അവശിഷ്ടങ്ങൾക്കായി അനേകം ഭിക്ഷക്കാർ തമ്മിൽ അടിപിടി കൂടുന്നത് ചിലർ കണ്ടു. ചില ഭക്തർ ഭഗവാനോട് ചോദിച്ചു, ഇത് അങ്ങയുടെ സാന്നിധ്യത്തിൽ തന്നെ നടക്കുമ്പോഴും അങ്ങ് എന്തുകൊണ്ടാണ് ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കുന്നത്? ഭഗവാൻ ശാന്തമായി മറുപടി പറഞ്ഞു, ഞാൻ കാണുന്നത് ഇപ്പോഴത്തെ അവസ്ഥയല്ല, കഴിഞ്ഞ കാലമാണ്. അവരുടെ മുജ്ജന്മങ്ങളിൽ അവർ സമ്പന്നരായിരുന്നു. സുഖസൗകര്യങ്ങളിലായിരുന്നു അവരുടെ ജീവിതം. അവർ എല്ലാ തരത്തിലുള്ള നല്ല ഭക്ഷണവും കഴിച്ചു. അതിൽ പലതും പാഴാക്കി. ആവശ്യമുള്ളവരുമായി പങ്കിടാതെ അത് ഉപേക്ഷിച്ചു. ഈ ജന്മത്തിൽ അവർ തന്നെ ഒരിക്കൽ ഉപേക്ഷിച്ചും പാഴാക്കിയും ഇരുന്ന അതേ മാലിന്യത്തിൽ നിന്നാണ് ഭക്ഷണമെടുത്ത് കഴിക്കുന്നത്. ഇതാണ് കർമ്മസിദ്ധാന്തം. ഏവർക്കും നന്ദി, നമസ്കാരം.